നിരവധി വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ചില പ്രത്യേക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാർഷിക മേഖല. പേരാമ്പ്ര അസംബ്ലി മണ്ഡലം കാർഷിക മേഖലയിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഈ കാര്യത്തിൽ ഇവിടെ ചെയ്തൊരു കാര്യം, ഈ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അടിസ്ഥാനമായി നിൽക്കുന്ന തരിശുഭൂമി പൂർണ്ണമായും കൃഷി ചെയ്യുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ആവളപ്പാണ്ടിയിൽ 5000-ൽ പരം ആളുകൾ സന്നദ്ധ സേവനം നടത്തി അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. ആവളപ്പാണ്ടി, കരുവോടിച്ചിറ, കണ്ടഞ്ചിറ, വെളിയണ്ണൂർ ചെട്ടി ഈ മേഖലകളെല്ലാം സന്നദ്ധ പ്രവർത്തനം നടത്തി കൃഷി വിപുലമാക്കാൻ ശ്രമിച്ചിട്ടുള്ള മേഖലകളാണ്. അതിന്റെ ഭാഗമായി നല്ല നിലയിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ കുറവുകൾ പരിഹരിക്കുന്നതിന് ശേഷിക്കുന്ന തരിശു നിലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്ത് ഈ നാടിന്റെ പൊതുവികാസത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിനോടൊപ്പം തന്നെ ചെറുധാന്യ കൃഷി, കാലഹരണപ്പെട്ടു പോയ ചെറുധാന്യങ്ങൾ വീണ്ടെടുക്കുന്നതിനും പറമ്പുകളിൽ കൃഷി ചെയ്യുന്നതിനും ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. കൃഷി വികസിപ്പിക്കുന്നതിന് കുറ്റ്യാടി ഇറിഗേഷന്റെ ഭാഗമായിട്ടുള്ള ജലസേചനമുണ്ട്. അതുകൂടാതെ മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ഈ രണ്ട് മേഖലകളുടെ കൂടി സഹായത്തോടെ തോടുകളും മറ്റ് വെള്ളം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും ഉണ്ടാക്കി കൃഷി വിപുലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം പേരാമ്പ്രയിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു വരുന്നത് ടൂറിസമാണ്. ഇപ്പോൾ ഇവിടെ പേരാമ്പ്ര ചേർമല കേവ് ടൂറിസം പദ്ധതി, അതൊരു ടൂറിസം മേഖല ഒരു വിപുലമായ ഒരു സംവിധാനമാണ്. ഞങ്ങളിവിടെ പരിശോധിച്ച സമയത്ത് ചേർമലയിൽ അതിവിശാലമായ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ ബന്ധപ്പെടുത്തി ഗുഹ മണ്ണ് നിറഞ്ഞു കടന്നിരുന്നു. അതിൽ നിന്നുള്ള മണ്ണെടുത്തു മാറ്റി ഗുഹയുടെ തനി രൂപം ഇപ്പോൾ നമുക്ക് ദൃശ്യമാകത്തക്ക നിലയിൽ മാറിയിട്ടുണ്ട്. അവിടെ വിവിധ തരത്തിൽ സന്ദർശകർക്ക് വന്നിരിക്കാനും അവർക്ക് ഉല്ലസിക്കാനും സാധിക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. പെരുവണ്ണാമൂഴിയിൽ ഒരു ടൂറിസം പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിന് സാധ്യമായ മറ്റനവധി കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഇതിന്റെ രേഖ തരുന്നുണ്ട്. ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഒരു കൈതേരി ഭാഗമുണ്ട്. അത് പുഴയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു 60 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ വലിയ മരങ്ങളുണ്ട്. ടൂറിസം പദ്ധതിക്ക് സഹായകരമായ ഒരു കേന്ദ്രമാണ്. അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായി പെരുവണ്ണാമൂഴിയിൽ ഒരു ബയോളജിക്കൽ പാർക്ക്, പെരുവണ്ണാമൂഴിയിൽ ഒരു ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം അതിന് പേര് നൽകിയത് ടൈഗർ സവാരി പാർക്ക് എന്നാണ്. ബയോളജിക്കൽ പാർക്ക് അവിടെ തോട്ടങ്ങളും മരങ്ങളും ഇങ്ങനെ ഇതെല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ കേന്ദ്രവും അവിടെ ഉണ്ടാകും. സന്ദർശകർക്ക് വാഹനങ്ങളിൽ വന്ന്
വന്യമൃഗങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആ നിലയിലുള്ള ഒരു സംവിധാനം അവിടെ തന്നെ പരിക്ക് പറ്റിയ വനങ്ങളിൽ നിന്ന് പരിക്ക് പറ്റിയ മൃഗങ്ങളെ ചികിത്സിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കേന്ദ്രവും അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സ്ഥാപിതമായി കഴിഞ്ഞാൽ അത് പേരാമ്പ്ര എസ്റ്റേറ്റിന്റെ സ്ഥലമാണ് എടുക്കുന്നത്. പേരാമ്പ്ര എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും ജോലി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. അത് വർക്ക് പൂർത്തീകരിച്ച് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ടൂറിസ്റ്റ് മേഖലയിൽ വലിയ തോതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു പദ്ധതിയായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇന്നലെ പ്രകാശനം ചെയ്തു. അതിനകത്ത് കേരളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിദാരിദ്ര്യം ഒഴിവായി ഇനി കേവല ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. കേവല ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പകുതി സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന നാനാതരം നിലപാടുകൾ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്കും ഇവിടെ ഞങ്ങൾ മുഖ്യ പരിഗണന കൊടുത്ത് സ്വയം സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. വെളിയന്നൂർ ചള്ളിയുടെ വികാസത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കി വരികയാണ്. 20 കോടി രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവിടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവിടെ തുടരുകയാണ്. ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇവിടെ പെരുവണ്ണാമൊഴി ഭാഗത്ത് പെരുവണ്ണാമൊഴി പ്രദേശത്തു കൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. മലയോര ഹൈവേന്റെ 2 റീച്ച് പെരുവണ്ണാമൊഴിയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ 2 റീച്ചും പ്രവൃത്തി വേഗതയിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഒരു റീച്ചിന്റെ ഭാഗത്ത് ചവറമൊഴി പാലം പുതുതായി കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. പട്ടയത്തിന്റെ ഏറെക്കുറെ പ്രശ്നങ്ങൾ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽപ്പെട്ട പട്ടയ പ്രശ്നങ്ങളുണ്ട്. അവിടെ ജാനകി വയൽ ഭാഗത്തും പട്ടയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ചില നിയമക്കുരുക്കുകളിൽ പെട്ടിട്ട് നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായ പരിഹാരമുണ്ടാക്കാൻ ഇവിടെ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ വിവിധ പദ്ധതികൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു കുറിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ തരാം. പേരാമ്പ്രയുടെ പൊതുവികസനം സാധ്യമാകത്തക്ക നിലയിലുള്ള നാനാതരത്തിലുള്ള പദ്ധതി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പേരാമ്പ്ര അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഘട്ടത്തിലാണ് CKG കോളേജിൽ കൂടുതൽ കോഴ്സുകൾ അനുവദിക്കുന്ന നിലപാടിലേക്ക് വന്നത്. ഇവിടെ ചക്കിട്ടപ്പാറ അവിടെ ഇവിടെ BEd സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സെന്റർ വർക്ക് ചെയ്യിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ പോളിടെക്നിക് കോളേജ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ പ്രദേശത്ത് പോളിടെക്നിക് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട്. 2 ബജറ്റുകളിലായി 10 കോടി രൂപ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന് എല്ലാ മേഖലകളിലും റോഡ് വികസനത്തിലും മറ്റു മേഖലകളിലുമെല്ലാം വലിയ തോതിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ മാറ്റമാണുള്ളത്. ഇവിടെ പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രി 77 കോടി രൂപയാണ് അതിന്റെ തുക, എസ്റ്റിമേറ്റ് തുക. അതിൽ 56 കോടി രൂപയുടെ ധനവിനിയോഗമായി ആ ധനം കിഫ്ബി ഫണ്ടാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രി കോംപ്ലക്സിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണത കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേക കേന്ദ്രമുണ്ടാക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനവും പേരാമ്പ്രയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്നു. ഇതിന് കൊടുത്തോ?
ഇതിന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. വിതരണം ചെയ്തില്ലേ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഞങ്ങളുടെ വിഷയം തീർന്നു. ബാക്കിയുള്ളതിന്റെ ഇതിന്റെ കംപ്ലീറ്റ് സംഗതികളുണ്ട്. പിന്നെ പ്രകടന പത്രികയുടെ കോപ്പി നിങ്ങൾക്കെല്ലാം കിട്ടിയോ? അപ്പൊ എല്ലാ വിശദാംശങ്ങളും ഈ പ്രകടന പത്രികയിലുണ്ട്. പിന്നെ പോയിന്റ്സ് അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയതാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങണം. അതെ അതെ. ആ അനൗൺസ്മെന്റ് വിവാദം ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. അല്ല, അതുണ്ടെങ്കിലേ വിവാദം ആരാണോ ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഞങ്ങൾ ഒരു പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളൊരു വിവാദം ഉയർത്തിയിട്ടുമില്ല. അതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം വിവാദം ഉയർത്തിയവർ പരിശോധിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെന്താ അതിന് മറുപടി പറയേണ്ടത്? എന്തിന്? എന്താവശ്യത്തിന്? ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പരാതി ഉന്നയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ ആർക്ക് പരാതി നൽകി? പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. അത് പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതൊരു വിവാദം ഉണ്ടാക്കണ്ട. ഈ പേരാമ്പ്ര ഞാൻ പറയാം. പേരാമ്പ്ര പൊതുവെ നല്ല സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പേരാമ്പ്രയിലെ കഴിഞ്ഞ കാലത്ത് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ UDF-ഉമായിട്ടോ LDF-ഉമായിട്ടോ ഒരു വിവാദങ്ങളില്ല. അത് പരസ്പരം സൗഹൃദമായി തന്നെ ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്ന നിലപാടെടുത്തു. ആ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ഇത്തരം ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിലും ഇതൊരു സുഖമായ പണിയല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരു വിഷയമല്ല. ഞങ്ങൾ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ച് അതിന്റെ നടപടികൾ എടുത്തോട്ടെ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ആരെടുത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പരാതി എവിടെയാ? ഞങ്ങളൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. പരാതി വരുന്ന സമയത്ത് ഞങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ? നമ്മൾ പരാതി ഉണ്ടോ ചോദിച്ചിങ്ങനെ നടക്കണം. നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നിങ്ങൾ മാതൃവിന്റെ ആളല്ലേ? നിങ്ങളോട് ഞാൻ വിശദമായിട്ട് നേരത്തെ സംസാരിച്ചതാണ്. നിങ്ങൾ എന്തിനാ വേറെ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ അനൗൺസ്മെന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞാൻ പറയുന്നത് തീർത്ത് കേൾക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, ഇദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ നിങ്ങൾ മറുപടി പറഞ്ഞു അദ്ദേഹത്തിന്. അല്ല, അതിൽ ഞാനല്ലേ പറയേണ്ടത്. ഞാൻ പറയുമ്പോ നിങ്ങൾ അതിന്റെ അടുത്ത് ഇടപെട്ട് എനിക്ക് പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുമ്പോ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുമോ? വാർത്താ സമ്മേളനം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. വാർത്താ സമ്മേളനം ഞാൻ വിളിച്ചു കൂട്ടി വാർത്താ സമ്മേളനം അല്ല ഇത്. ഞാൻ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? വെറുതെ പറയണ്ട. ഞാനിവിടെ ഇന്ന് എന്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുടെ പത്രങ്ങളൊക്കെ എങ്ങനെയാ വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. പേരാമ്പ്രയിലുള്ള പത്രക്കാരെ വിളിച്ചു. നിങ്ങളെല്ലാം വന്നപ്പോൾ പത്രക്കാരോടുള്ള മാന്യതയും മര്യാദയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് അതുമായി സഹകരിച്ചു. അത്ര കണക്കാക്കിയാൽ മതി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴേക്ക് ഇദ്ദേഹം ഇടപെട്ടു. ആര് നേതാവിന്റെ?
ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ LDFന്റെ ഔദ്യോഗിക വാഹനത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത് റെക്കോർഡ് ചെയ്ത സന്ധാനം പറയാം, അനൗൺസ്മെന്റിന് റെക്കോർഡ് ചെയ്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, പെൻഡ്രൈവ്. നിങ്ങൾക്ക് വേണോ പരിശോധിക്കാം, നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഞങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പൊ കുറെ ദിവസങ്ങളെ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. അന്വേഷിച്ചതിന് നിലപാടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ നിലപാടുമായി ഇന്നലെ പത്രക്കാർ എന്നോട് ചോദിച്ചു കോഴിക്കോട്ടുനിന്ന്. എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ തയ്യാറാണ്. അന്വേഷിക്കുന്നത് ഞങ്ങളെ പറ്റി പരാതി ഉണ്ടെങ്കിൽ ആ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ഞാൻ വ്യക്തമാക്കിയതാ കോഴിക്കോട്ട്. ഇന്ന് പത്രങ്ങളിലൊക്കെ അത് വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ വ്യക്തമാക്കിയതാ. അത് നിങ്ങൾ അന്വേഷിച്ചോളി. ഇടതുപക്ഷത്തിന് പ്ലീസ് ദയവ് ചെയ്തിട്ട് അങ്ങനെ പറയില്ല. ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഇടതുപക്ഷം തീരുമാനിക്കും. അതിന്റെ അപ്പുറത്തൊരു നിലയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇനിയിപ്പോ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്താണെന്നുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ കുറ്റം ചാർത്താൻ ഇത്ര വാശി എന്തിനാ? LDFനെ പറ്റിയൊന്നും വന്നിട്ടില്ല എന്ന്. അത് വരട്ടെ. അത് പരാതി ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ആ പരാതിന്റെ അന്വേഷണം വരട്ടെ. അന്നേരം സമയത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ഇതിനെ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദീകരണമൊന്നുമില്ല. വിശദീകരണം തരേണ്ടത് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെയാ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.